നിനക്കിനെങ്കിലും വിശ്വസിക്കാമല്ലോ. അവരോട് ഇന്ന് തന്നെ ഫാക്ടറിയിലേക്ക് പോകാൻ പറ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏട്ടാ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഏട്ടൻ എത്ര ബുദ്ധിശാലിയാ. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? ഏട്ടൻ ചെയ്ത ഈ കാര്യത്തിന് ഒരുപാട് അഭിമാനം തോന്നുന്നു അല്ലേ? പിന്നീട് വിഷമിക്കേണ്ടി വരുമല്ലോ. എന്തിനാ വിഷമിക്കുന്നേ? അത് പിന്നീട് മനസ്സിലാവും ഏട്ടാ. എന്ത് മനസ്സിലാവൂന്ന്? ഏട്ടൻ ചെയ്ത വലിയ കാര്യത്തെ കുറിച്ച്. ഇവള് പറയുന്ന കേട്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഏട്ടന് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? അത് നിനക്കെങ്ങനെ അറിയാം? ബുദ്ധിയുള്ളവരുടെ ലക്ഷണം തന്നെ സംശയം തോന്നുന്നല്ലേ? എന്താ ഇത്? ഞാനല്ലേ ഇവിടെ ബുദ്ധിശാലി, പിന്നെ അവളെന്തിനാ ഈ ക്രെഡിറ്റ് ഏറ്റെടുത്തേ? ഫാക്ടറിയിൽ ജോലി വാങ്ങിക്കൊടുത്തത് വസുവിനാണെന്ന് ഏട്ടന് മനസ്സിലായാൽ ഏട്ടന്റെ മുഖം എങ്ങനെ മാറുമോ എന്തോ. അഖിലിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നാവോ? ചേട്ടാ, ചേച്ചി, പെട്ടെന്ന് വരാൻ നോക്ക്, സമയായി. ആ രവി, ദാ വരുന്നു. ചേട്ടൻ റെഡിയായല്ലോ. ചേച്ചി ഇതുവരെയും കണ്ടില്ലല്ലോ. വസുന്ധര, വേഗം ഇറങ്ങ്. ആ ദാ വരുന്നു. എന്തു പറ്റി ചേച്ചി, ഇത്ര ലേറ്റായി? നിങ്ങൾക്കും ഞങ്ങൾക്കും ഫുഡ് റെഡിയാക്കായിരുന്നു. നമ്മളെ ജോലി ചെയ്യാനാ പോകുന്നേ, അല്ലാതെ ഭക്ഷണം കഴിക്കാനല്ല. കഴിച്ചാലല്ലേ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പറ്റൂ. അത് കറക്റ്റ്. കഴിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവൂ. ആരോഗ്യം ഉണ്ടെങ്കിലേ ജോലി ചെയ്യാൻ പറ്റൂ. ചേച്ചി മുൻപിലാണോ ഇരിക്കുന്നേ അതോ പുറകിലാണോ? ഞാൻ പുറകിലിരിക്കാൻ പോവാ. ഇതെന്താ ഏട്ടാ ഇങ്ങനെ ആടുന്നേ? ആ കുറച്ചു നേരം മുൻപ് ചേച്ചി എന്തോ അതിൽ ചെയ്യുന്ന കണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്തു? എന്തോ മുന്നിലിരിക്കാൻ വേണ്ടി പുറകിലത്തെ കാരിയറിന്റെ നട്ടും ബോൾട്ടൊക്കെ ലൂസാക്കി വെച്ചോ എന്തോ. എന്താടി നീ വെറുതെ ചേച്ചിയെ കുറ്റം പറയുന്നേ? അങ്ങനെയുള്ള മണ്ടത്തരൊക്കെ നീ മാത്രമേ ചെയ്യൂ. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. വേണമെങ്കിൽ ചേച്ചിയോട് ചോദിച്ചു നോക്ക്. ചേച്ചിയാ രാവിലെ സൈക്കിള് തുടച്ചോണ്ടിരുന്നേ. സത്യമായിട്ടും ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കറിയാം. താ മുന്നേ വന്നിരിക്കേ. ഇനിയിപ്പോ പുറകിലിരിക്കാൻ പറ്റില്ലേ? ഇരിക്കാൻ പറ്റും, പക്ഷെ താ താഴെ വീഴും. ശരി, ഞാൻ മുന്നിലിരുന്നോളാം. വാ, വന്നിരിക്കേ, എന്നിട്ട് അതിങ്ങതാ. കണ്ടു കണ്ടു നാമിതാ, കണ്ണു കണ്ണെറിഞ്ഞിതാ, ഉള്ളുകൊണ്ടു ചേർന്നിതാ മധുകലിത. സത്യം പറഞ്ഞേ, ആ നട്ടും ബോൾട്ടൊക്കെ ലൂസാക്കിയ നീയല്ലേ? അയ്യോ, അവര് പോയി. വേഗം വേഗം നമുക്ക് പോവാം. നെഞ്ചാകെ ആനന്ദം. മതി. മതി മതി. ഭാസ്കർ എവിടെ? വരുന്നുള്ളേ. എന്തായിട്ട് ഇത്രയും ലേറ്റ് ആയത്? നീ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചില്ലായിരുന്നോ? സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടാ വന്നിരിക്കുന്നേ. അത് എന്ത് ജോലിയാ ചേട്ടാ? അത് തന്നെ കാർത്തിക, നമ്മുടെ ഫാക്ടറിയില്
2 ലേഡി സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവരെ അപ്പോയിന്റ് ചെയ്തിട്ട് വന്നിരിക്കുക. ഏതോ ഫോറിൻ ഡെലിഗേറ്റ്സിനോട് സംസാരിച്ച പോലെയും IAS IPS ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത പോലെയും വലിയ പ്രൗഡായിട്ടാണല്ലോ പറയുന്നത്. ഇവരെ നമ്മുടെ ആന്റി എങ്ങനെ ജോലിയിൽ അപ്പോയിന്റ് ചെയ്തോ അത്രയേ ഉള്ളൂ ഏട്ടൻ ചെയ്ത കാര്യവും. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് പിടിക്കില്ലല്ലേ? എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും. എന്നെ കുറച്ച് കാണുകയും ചെയ്യുന്നുണ്ട് നീ. അതൊക്കെ വിട്ടേക്കിടാ ഭാസ്കർ മോനെ. കഴിക്കുന്ന സമയത്ത് എന്തിനാ വഴക്ക്? അഖില് വെറുതെ തമാശക്ക് പറഞ്ഞതായിരിക്കും. സഹോദരങ്ങൾക്കിടയിൽ ഇത്ര പോലും കളിപറച്ചിൽ പാടില്ലെന്നാണോ? കളി പറച്ചിലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണോളേമേ, അല്ലാതെ പരിഹാസം കൂട്ടിക്കലർത്തരുത്. അങ്ങനെ ആയാലേ ഏട്ടന് ബുദ്ധി ഉദിക്കൂ. ഓക്കെ ഏട്ടാ, ചിൽ. ആന്റി ആന്റി ഞങ്ങൾക്കൊരു ചെറിയ ഫേവർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ വന്നത് തന്നെ അതിനു വേണ്ടിയാ. ഞങ്ങൾക്ക് ഇത്ര സ്വത്ത് കിട്ടിയിട്ടും പിന്നെ ഫാക്ടറി വിലയ്ക്ക് വാങ്ങിയിട്ടും ഞങ്ങളെ ഇപ്പോഴും റാംമോഹൻ സാറിന്റെ മക്കളായിട്ടും സംസ്കൃതി ഈവന്റ്സ് നടത്തിയിരുന്ന അബിയുടെ റിലേറ്റീവ്സ് ആയിട്ടും കാണുന്ന അല്ലാതെ സ്വന്തമായിട്ട് ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല ആന്റി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേരുണ്ടാക്കിയെടുക്കണം. അതിന് എന്ത് ചെയ്യാൻ പറ്റും ആന്റി? സിമ്പിൾ. ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി അറേഞ്ച് ചെയ്ത് സിറ്റിയിലുള്ള സെലിബ്രിറ്റീസിനെയും ബിഗ് ഷോട്ട്സിനെയും ഒക്കെ വിളിച്ച് നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോ നിങ്ങളുടെ സ്റ്റേറ്റസും സ്റ്റാമിനയും ഈ സിറ്റിയിലുള്ള എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടാവണം. ലൈക്ക് നിന്റെ ബർത്ത്ഡേയോ കാർത്തികയുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഇവരുടെ വെഡിങ് ഡേയോ അങ്ങനെ എന്തെങ്കിലും. നെക്സ്റ്റ് വീക്ക് എന്റെ ബർത്ത്ഡേ ആന്റി. എന്താ ഏട്ടാ ഇത്? ഏട്ടന് സംസാരിക്കാനേ അറിയില്ല, പിന്നെ എങ്ങനെയാ പാർട്ടിയിൽ സംസാരിക്കുന്നത്? അങ്ങനെയുള്ളപ്പോ ഏട്ടന്റെ ബർത്ത്ഡേക്ക് ആര് പങ്കെടുക്കുന്ന? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞിരിക്കുക. ഈ അടുത്തൊന്നും ബർത്ത്ഡേയും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? 2 ദിവസം കഴിഞ്ഞ് എന്റെ വെഡിങ് ഡേയാ. അത് ആഘോഷിച്ചാലോ? കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ അയാളെ കൊന്നു. ഇനി അത് ആഘോഷിച്ച് കൊളാക്കണോ? ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഷഷ്ടിപൂർത്തി അടുത്ത് വരികയല്ലേ, അതിനൊരു പാർട്ടി കൊടുക്കാം. ഗുഡ് ഐഡിയ ആന്റി. സിറ്റിയിലുള്ള എല്ലാവർക്കും നമ്മുടെ സ്റ്റേറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഞങ്ങളുടെ പാരന്റ്സിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലാവും. അമ്മ എന്തു പറയുന്നു? ഈ ആഡംബരത്തിനും ആർഭാടത്തിനും ഒക്കെ ഈ ഒരു വിശേഷ ദിവസം നിങ്ങൾക്ക് കിട്ടിയുള്ളോ? ഒരുപാട് പണം കയ്യിൽ വന്നപ്പോ ആഹാരത്തിൽ പോലും ദൂർത്ത് കാണിക്കുന്നു. തോന്നിയതുപോലെ ഓരോരോ വേണ്ടാധീനം ചെയ്ത് കൂട്ടാതിരുന്ന കൊള്ളാം. ആഹാരം ദാനമായിട്ട് കൊടുക്കുന്ന അല്ലേ എടുത്തി? ഷഷ്ടിപൂർത്തി എല്ലാവരും ചെയ്യുന്നതല്ലേ? ഏട്ടനും എടുത്തിയും ചെയ്യുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? ശരിക്കും ഞങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ഈ ഷഷ്ടിപൂർത്തി ചെയ്യുന്നതെങ്കിൽ ഞങ്ങളും സന്തോഷമായിട്ട് അതിൽ പങ്കെടുത്തേനെ എടുത്തി. പക്ഷേ കാശ് കൂടിയതിന്റെ അഹങ്കാരം കാണിച്ച ഏട്ടനത് സഹിക്കില്ല. എന്റെ എടുത്തി പഴയ കാലത്തെ ആളാ. സിസ്റ്റർ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പഴയകാലത്തെ മനുഷ്യരായതുകൊണ്ടാ പണം ചിലവഴിച്ച് മറ്റൊരു രീതിയിൽ ഭക്ഷണം കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നത്. എന്നെപ്പോലെ ഒരാളായിരുന്നെങ്കിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പുല്ലെങ്കിലും തിന്നാൻ അവരോട് പറയുമായിരുന്നു. അവൾ ഒരു മരമണ്ടിയാ. അവളെയും സിസ്റ്റർ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ഷഷ്ടിപൂർത്തി ഫിക്സ് ചെയ്യാമല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ എങ്ങനെയാ വരുത്തുക അഖിൽ? മരിച്ചാലും വരില്ല. മറ്റെന്തെങ്കിലും ഒക്കേഷൻ കണ്ടുപിടിക്കുന്ന നല്ലത്. അച്ഛനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഏട്ടൻ അറിയില്ലായിരിക്കും, പക്ഷെ എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം.
ഹലോ. ഹലോ അച്ഛാ, ഇത് ഞാനാ. എന്താടാ? അച്ഛനൊന്ന് വീട്ടിലേക്ക് വരണം. എന്തിന്? നിന്റെയൊക്കെ ദുഷ്ടപ്രവൃത്തികൾ കാണാൻ വേണ്ടിയാണോ? ഇല്ല, അമ്മയെ കാണാൻ വേണ്ടിട്ട്. നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്തോ ശരീരത്തിന് നല്ല സുഖമില്ല. അച്ഛൻ ഉടനെ കാണുമെന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങോട്ട് വരില്ലേ? ഞാൻ ഉടൻ തന്നെ പുറപ്പെടാം. താങ്ക് യു അച്ഛാ. വരില്ലല്ലേ? പേടിച്ച് ഓടിയെത്തും. നീ ഒരു ജീനിയസ് ആണ് അഖിൽ. ഗിവ് മീ ഹൈ ഫൈ. ഐ അപ്രീഷിയേറ്റ് യു അഖിൽ. ജീവിതത്തിൽ മുന്നേറുന്നതിനുള്ള ലക്ഷണങ്ങൾ ഞാൻ നിന്നിൽ കാണുന്നുണ്ട് അഖിൽ. താങ്ക് യു ആന്റി. മനുഷ്യന്റെ ഇമോഷൻസ് വെച്ച് ഇങ്ങനെ കളിക്കുന്നത് ശരിയല്ല അഖിൽ. വലിയ തെറ്റാ അത്. ദുഷ്ടത്തരം. ഏട്ടാ, കഴിവില്ലാത്തവർ സംസാരിക്കുന്ന രീതി ഏത്? എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാ ഏത് മാർഗത്തിലൂടെയും ചെയ്യണം. അതാ എന്റെ പോളിസി. അതേടാ ഭാസ്കർ മോനെ, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിനക്കൊന്നും അറിയില്ല. അതുകൊണ്ടാ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. രവി, ദേ ചേട്ടാ അവിടെ ഇരിക്കുവോ? ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഞാൻ പോയി സംസാരിക്കാം. ചേട്ടൻ ഇവിടെ നിൽക്കേ. ചേട്ടാ നമസ്കാരം. നമസ്കാരം രവി. എന്താ തന്റെ ഭാര്യയെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നേ? അബിയേട്ടന്റെ ഭാര്യ വന്നിട്ടുണ്ട് ചേട്ടാ. ചേട്ടനോട് ഞാൻ ഫോണിൽ പറഞ്ഞായിരുന്നല്ലോ, പാക്കിംഗ് സെക്ഷനിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. സോറി രവി, ഇപ്പോഴാ മാനേജർ സാർ പറഞ്ഞിട്ട് പോയത്. ഭാസ്കർ സാർ ആരെയോ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോയിന്റ്മെന്റ് ലെറ്ററും എഗ്രിമെന്റും എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ ഏട്ടേ പറയുന്നേ? ആ ജോലി ഇവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? നീ പറഞ്ഞതാ, പക്ഷേ ഇത് നമ്മുടെ വർക്കേഴ്സ് കോട്ടയല്ല, മാനേജ്മെന്റ് കോട്ടയാ. അവർക്ക് ആരെ ഇഷ്ടപ്പെടുന്നോ അവരെ അപ്പോയിന്റ് ചെയ്യും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഭിരാം, ഇങ്ങോട്ട് വന്നേ. പറയട്ടാ. സോറി അഭിരാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാരില്ല ഏട്ടാ. വസുന്ധര, പത്മേ, നിങ്ങളൊരു ഓട്ടോയിൽ പൊയ്ക്കോളൂ. മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വേറെ ആരെയോ അപ്പോയിന്റ് ചെയ്യുന്ന പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിയില്ലെന്ന്. നമസ്കാരം മാനേജർ സാർ. ഞങ്ങളുടെ ആളുകൾക്ക് കിട്ടേണ്ട ജോലി വേറെ ആർക്കോ നിങ്ങൾ കൊടുത്തിരിക്കുകയല്ലേ? ഞാനായിട്ട് കൊടുത്തതൊന്നുമല്ല. രാവിലെ ഭാസ്കർ സാർ ഫോൺ ചെയ്ത് പറഞ്ഞു. അതിനുശേഷം ഭാവന മാഡവും ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. വസുന്ധര, വസുന്ധര, മാഡം പറഞ്ഞത് ഞങ്ങളെ പറ്റിയ സാർ. അല്ല, നിങ്ങളാരാ? എന്റെ പേര് വസുന്ധര. ഇവളുടെ പേര് പത്മ. അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ഞങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കുവോ സാർ? ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. ശരിയാ മാഡം. വസുന്ധര പത്മാവതി, നിങ്ങളുടെ പേര് തന്നെയാ ഉള്ളത്. നിങ്ങളെയാണ് മാനേജ്മെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അഭിരാം, നിങ്ങൾക്ക് ഓണറെ നന്നായിട്ട് അറിയാമോ? ഇതിനു മുമ്പ് അവരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടോ? മാഡമിന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ. എഗ്രിമെന്റ് ആയിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് വിചാരിച്ചാലും നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. മാനേജർ സാർ, എഗ്രിമെന്റിൽ കയ്യൊപ്പ് വാങ്ങിക്കോളൂ. എന്താ രവി, നീ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് തന്നെ ജോലി കിട്ടിയല്ലോ. എന്താ രവി, അവർക്ക് ഇത്രയും സ്വാധീനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നോട് എന്തിനാ സഹായം ചോദിച്ചേ? ചേട്ടാ, ഈ കാര്യം ഞാനും ഇപ്പോഴാ അറിഞ്ഞേ. ചേച്ചി സൂപ്പറാ.
ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ശരി ശരി വരൂ, സമയമായി, നമുക്ക് ജോലി തുടങ്ങാം. വരൂ. വസുന്ധര, എന്താ ഏട്ടാ? താൻ ഫോൺ ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തിരുന്നു ഏട്ടാ. എന്തിനാടോ? എന്തിനാന്നൊക്കെ ചോദിച്ചാ വേറെന്ത് ചെയ്യാനാ? ഏട്ടന് ഈ കാര്യം അറിയോ? അതെനിക്കറിയില്ല. ഇത് ചീറ്റിംഗ് അല്ലേ വസുന്ധര? ഏട്ടനും അഖിലും മിക്കവാറും പ്രശ്നം ഉണ്ടാക്കും. ആവശ്യമില്ലാതെ താൻ റിസ്ക് എടുക്കുന്നത്. ഏട്ടന് വേണ്ടി ഞാൻ ഇതുപോലും ചെയ്യാൻ പാടില്ലേ? വേറെ എവിടെയെങ്കിലും തനിക്ക് ജോലി കിട്ടുമായിരുന്നില്ലേ? അതെന്താ ഏട്ടന് കിട്ടില്ലേ? ഏട്ടൻ പിന്നെന്തിനാ ഇവിടെ ജോലി ചെയ്യുന്നത്? എന്റെ കാര്യം വേറെ അല്ലേ വസുന്ധര? ഞാനും ഏട്ടനും വേറെ ഒന്നും അല്ല. അഖിൽ തന്നെ ഇൻസൾട്ട് ചെയ്യുന്നു വരും. ചിലപ്പോ കാർത്തികൻ തന്നെ കളിയാക്കും. ബൊട്ടിക്കിൽ സംഭവിച്ചത് ചിലപ്പോ ഇവിടെ സംഭവിച്ചത് വരും. ഞാനത് സഹിച്ചോളാം. താൻ ഒരുപാട് വിഷമിക്കേണ്ടി വരും. സാരമില്ല, ഞാൻ അതൊക്കെ സഹിക്കും. തനിക്ക് എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്നെ കൊണ്ടുവരേയില്ലായിരുന്നു. എന്തിനാ ഇത്രയും പിടിവാശി? ഞാൻ ഏട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാ. വസുന്ധര, ഇതത്ര എളുപ്പത്തിലൊന്നും കാണരുത്. ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഏട്ടനടുത്തുണ്ടല്ലോ. താൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? ശരി എന്നാ വാ. എന്താ ഭവനെ നീ പറയുന്നേ? എനിക്ക് സുഖമില്ലെന്നൊക്കെ കള്ളം പറഞ്ഞ് ഏട്ടനെ വീട്ടിലേക്ക് വരുത്തുന്നെന്നോ? അതെ അമ്മേ, അവന് വിചാരിച്ച കാര്യം നടത്തുന്നതിന് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും. അവരത്രയ്ക്ക് തരം താഴ്ന്നു പോയോ? പെറ്റമ്മയ്ക്ക് ശരീര സുഖമില്ലെന്ന് പച്ച കള്ളം പറഞ്ഞ് സ്വന്തം അച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നോ? ഇങ്ങനെയുള്ള മക്കളെയാണോ ഞാൻ പ്രസവിച്ചത്? ഇത്രയ്ക്ക് ദുഷ്ടന്മാരെയാണോ ഞാൻ വളർത്തി വലുതാക്കിയത്? ഇങ്ങനെ സ്വാർത്ഥതയുള്ളവർക്ക് വേണ്ടിയാണോ അബിയെ ഞാനെന്ന് സംശയിച്ചത്? വസുവിനെ അപമാനപ്പെടുത്തിയത്? അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞത്? എന്റെ ഈശ്വര, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു നരക ജീവിതം തന്നല്ലോ നീ. ഇതെല്ലാം കാണാൻ വേണ്ടിയാണോ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നേ? ഈ നരകത്തിൽ നിൽക്കാൻ വേണ്ടിയാണോ എന്റെ ഭർത്താവിന്റെ ഒപ്പം പോകാതെ ഞാൻ ഇവിടെ തന്നെ നിന്നത്? ഇതൊക്കെ കാണുന്നതിന് പകരം എന്റെ ജീവൻ എടുക്കുന്നതാ നല്ലത്. ഈശ്വര. അമ്മേ, സങ്കടപ്പെടരുത്. അതെ, ഞാനിപ്പോ സങ്കടപ്പെടാൻ പാടില്ല, ദേഷ്യപ്പെടുക വേണ്ടത്. ഇങ്ങനെയുള്ള മക്കൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം. അവന്മാരുടെ കാരണം ചുവക്കണം. നിൽക്കമ്മേ. അടക്കയായാൽ മടിയിൽ വയ്ക്കായിരുന്നു. പക്ഷെ മരമായാൽ എന്താ ചെയ്യാൻ പറ്റുക? മരം പോലെ വളർന്ന അമ്മയുടെ കുഞ്ഞുങ്ങളെ അമ്മ അടിക്കുകയാണെങ്കിൽ അമ്മയ്ക്കായിരിക്കും നാണക്കേട്. എന്നുവെച്ച് ഇവന്മാരുടെ ഈ നാടകം കണ്ട് മിണ്ടാതിരിക്കണോ പവനെ? എനിക്ക് എന്ത് സംഭവിച്ചു എന്നോർത്ത് ടെൻഷൻ അടിച്ച് വേദനയോടെ അദ്ദേഹം ഓടി വരുമ്പോ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കണ്ട ഏട്ടൻ എന്ത് വിചാരിക്കും? സന്തോഷിക്കും. അമ്മയുടെ ആരോഗ്യത്തെക്കാൾ വലിയൊരു സന്തോഷം അച്ഛന് വേറെ എന്താ ഉള്ളതമ്മേ? പക്ഷേ അവരച്ഛനോട് കള്ളം പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്തിക്കല്ലേ? അതറിയുമ്പോഴോ? അറിഞ്ഞാലും അച്ഛന് വലിയ വിഷമം കാണില്ല. അമ്മയെക്കാളും അച്ഛന് തന്റെ മക്കളെ പറ്റി നന്നായിട്ടറിയാം. അദ്ദേഹം അത് മനസ്സിലാക്കിക്കോളും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഭാവനെ? സന്തോഷമായിട്ട് ഷഷ്ടിപൂർത്തി ആഘോഷിക്കണം. ഈ പാപികളെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിക്കണോ ഭാവനെ? അതിനേക്കാൾ ഒരു ദൗർഭാഗ്യം വേറെ എന്താ ഉള്ളത്? ഭാഗ്യമോ ദൗർഭാഗ്യമോ, നിങ്ങളുടെ ഷഷ്ടിപൂർത്തി നടത്തണമെന്ന ആലോചന അവർക്കുണ്ടായിട്ടുണ്ട്. വീട്ടിലൊരു നല്ല കാര്യം നടന്നാലെങ്കിലും ഇവരുടെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവോ എന്തോ. അവരുടെ മനസ്സ് മാറിയാ മതിയായിരുന്നു. നീ എന്താ ഈ പറയുന്നേ? അവരുടെ മനസ്സ് എങ്ങനെ മാറുമെന്നാ? രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന സിംഹത്തിന് പുല്ലും വൈക്കോലും കൊടുത്താൽ ശരിയാകുമോ? സ്വാർത്ഥത കൂടിയ മനുഷ്യരും അതുപോലെ തന്നെയാ. കള്ളത്തരങ്ങളോടും അന്യായത്തോടും അവരൊരുപാട് അടുക്കും. സ്നേഹം, ദയ, ബന്ധം ഇതിൽ നിന്നൊക്കെ അകന്നു പോകും. അബിയും വസുവും ഇവിടെ തിരികെ വരുന്നതുവരെ ഈ വീട് നന്നാവില്ല. ഈ കൊടുങ്കാട് ക്ഷേത്രമായി മാറില്ല. അവര് തിരികെ വരാനും പോകുന്നില്ല, ഇവര് മാറാനും പോകുന്നില്ല. ഇനി മുതൽ ഈ വീടും ജീവിതവും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇല്ല അമ്മേ, നല്ലത് നടക്കണമെന്ന് മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കും. ദൈവം അമ്മയുടെ ആഗ്രഹം നിറവേറ്റും. ഇത്രയും നാൾ അബിയെയും വസുവിനെയും ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു.
മനസ്സുകൊണ്ട് നല്ലത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നാലും ഈശ്വരൻ അത് കേൾക്കുമോ എന്ന് തന്നെ അറിയില്ല. പിന്നെന്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാ നിറവേറുന്നേ? അതുപോട്ടെ, വസു അബിയും ഫാക്ടറിയിൽ ജോലിക്ക് കയറിയോ? സാർ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. വർക്കേഴ്സ് എല്ലാവരും വന്നായിരുന്നോ? വന്നു സാർ. ആരും ലേറ്റ് ആയിട്ട് വന്നില്ലല്ലോ? ഇല്ല സാർ. ഇനി അപ്ഡേറ്റ്സ്? പാക്കിംഗ് സെക്ഷനിൽ 2 ലേഡി വർക്കേഴ്സിനെ ഭാസ്കർ സാർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്ററിലും എഗ്രിമെന്റ് ലെറ്ററിലും സൈൻ ചെയ്യൂ സാർ. ആരെ ഏട്ടാ അപ്പോയിന്റ് ചെയ്തേ? നിന്റെ ഏട്ടത്തെ രണ്ടുപേരും റെക്കമെൻഡ് ചെയ്തായിരുന്നു. ആരോ ചേട്ടാ രണ്ടുപേരും? അത് ഫാക്ടറി വർക്ക് ചെയ്യുന്ന 2 വർക്കേഴ്സിന്റെ ഭാര്യമാരാ. ആരാ എന്തെന്നൊന്നും അറിയാതെ ഏട്ടത്തി പറഞ്ഞൊന്നും പറഞ്ഞ് ഏട്ടന്റെ ഇഷ്ടത്തിന് അവരങ്ങ് അപ്പോയിന്റ് ചെയ്തോ? ആ ജോലി നീ അല്ലടാ എന്നെ ഏൽപ്പിച്ചത്. ഭാവനയ്ക്ക് പരിചയമുള്ള 2 പേർക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. അവരെയാ ഞാൻ അപ്പോയിന്റ് ചെയ്തത്. അവരാരാന്ന് എനിക്ക് കാണണം. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം സാർ. താങ്ക് യു സാർ.